നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് അഘോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരിക്കൽ ഒരു എപ്പിസോഡായിട്ട് ചെയ്തൊരു വിഷയം വീണ്ടും ചെയ്യുകയാണ്. ഇത് മുൻപേ കണ്ട് മനസ്സിലായവർ ഇത് ഈ ചാനൽ ഈ സമയത്ത് കാണണം എന്ന് നിർബന്ധമില്ല. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഫോണിലൂടെ വിളിച്ചും വാട്സപ്പിലൂടെയും അറിയിച്ചും ചില ആൾക്കാർ ഈ ഭാഗ്യ നമ്പർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗ്യ നമ്പർ നമ്മൾ വീഡിയോ ചെയ്തതാണ്. എല്ലാവരുടെയും നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ, നക്ഷത്ര ഭാഗ്യസംഖ്യ എന്ന് പറയുന്ന സംഖ്യയും അതുപോലെ ജന്മസംഖ്യയും, അതായത് നമ്മൾ ജനിച്ച ഡേറ്റ് കണക്ക് കൂട്ടിയെടുക്കുന്ന സംഖ്യയും കൂടിയിട്ട് പല ഭാഗ്യ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ജന്മനക്ഷത്ര ഭാഗ്യസംഖ്യയും അതേപോലെ ജന്മനക്ഷത്ര സംഖ്യയും. പക്ഷെ നക്ഷത്ര സംഖ്യ നമുക്ക് കൂട്ടിയെടുക്കേണ്ടതാണ്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കൂട്ടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് തീരെ മനസ്സിലായിട്ടില്ല. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ധാരാളം ചോദിക്കാറുണ്ട്. അതായത് 100-ൽ 80% ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. 10-20 ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ അല്ലാത്ത ആൾക്കാർ കുറെ നിരന്തരം വിളിച്ചു ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് കൂട്ടിയെടുക്കുന്നത് എന്ന്. പക്ഷെ നക്ഷത്ര ഭാഗ്യസംഖ്യ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവും. അതൊരു സംഖ്യ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷെ ജന്മ സംഖ്യ, അതായത് നമ്മൾ ജനിച്ച ഡേറ്റ് വെച്ചിട്ട് എടുക്കുന്ന സംഖ്യ പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ രണ്ടാമതും ചെയ്യാൻ കാരണം. അപ്പോ ഇത് കണ്ടിട്ട് മനസ്സിലായവർ ഇത് കാണണമെന്നില്ല, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്യാൻ കാരണം എന്നുള്ളത്. അപ്പൊ അത് പലരും വിളിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്കത് അത്ര മനസ്സിലാവുന്നില്ല. അപ്പൊ ഒന്നും കൂടി ഞാനത് എഴുതി കാണിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി വീണ്ടും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂട്ടി വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇത് വെച്ചിട്ട് പല ഭാഗ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ല. ഇത് ലോട്ടറിയുടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നു ഈ ലോട്ടറിയുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ടറി സംഖ്യ എന്തിനാ പറയുന്നത്, അത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കിയിട്ടല്ല പറയുന്നത്. പക്ഷെ ലോട്ടറിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ലോട്ടറി ഒരു ഭാഗം മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. അങ്ങനെ നമുക്ക് സമസ്ത മേഖലകളിലും ഈ ഒരു ഭാഗ്യസംഖ്യ ഉപയോഗിക്കാം. നമ്മളൊരു എന്തിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഭാഗ്യസംഖ്യ വരുന്ന ദിവസമോ അല്ലെങ്കിൽ ഇത് സംഖ്യയാക്കി എടുത്തോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണം, അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യ ആ ദിവസം, ഈ ഒരു സംഖ്യ വരുന്ന ദിവസം, ഈ ഒരു ജന്മനക്ഷത്ര സംഖ്യയോ അല്ലെങ്കിൽ ജന്മസംഖ്യയോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചെടുക്കുന്ന സംഖ്യയോ ഒക്കെ വരുന്ന ദിവസം നമുക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയാൽ അത് ഗുണപ്രദമാവുമെന്നാണ് വിശ്വാസം. ജ്യോതിശാസ്ത്ര വിശ്വാസ പ്രകാരം അത് ഗുണപ്രദമാവുകയും തന്നെ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സംഖ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഖ്യ വീണ്ടും ഞാൻ ഒന്നും കൂടെ പറയാം. അത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. മനസ്സിലാവാത്തവർ മനസ്സിലാക്കി നല്ലോണം ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ദിവസം പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ലോട്ടറിയുടെ കാര്യം പറഞ്ഞു, ലോട്ടറിക്കും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലോട്ടറി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞ ലോട്ടറിയുടെ കാര്യം പറയണം എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ അവര് പറഞ്ഞുകൊണ്ടല്ല അത് പറയാണ്ടിരിക്കുന്നത്. അവർക്ക് പറഞ്ഞ കാര്യമാണ് ലോട്ടറിയുടെ കാര്യം. അപ്പോ ലോട്ടറി എടുക്കേണ്ടവരെടുത്താൽ മതി. അത് ലോട്ടറി എടുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരെയും എടുപ്പിക്കുന്നില്ല ലോട്ടറി. അതൊക്കെ ഞാനോ അല്ലെങ്കിൽ മറ്റു എന്നെ പോലുള്ള ആൾക്കാരോ ചാനലിലൂടെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരാൾ ലോട്ടറി എടുക്കണമെന്നില്ല. ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവരെ എടുക്കുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞില്ല വെച്ചിട്ട് എടുക്കണവരെ എടുക്കാണ്ടിരിക്കുകയും ചെയ്യില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ലോട്ടറി എടുക്കുന്നത്. അപ്പോ ലോട്ടറി എടുക്കാൻ ഒരാൾ പ്രോത്സാഹിപ്പിച്ചിട്ട് ലോട്ടറി എടുക്കില്ല. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ വെച്ചാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നാശാവണ്ടേ. ചില സിനിമ കണ്ട ആൾക്കാർ നാശാവുന്നത് പറഞ്ഞേക്കുന്നത്. സിനിമ കണ്ട എല്ലാവരും നാശാവും? ഒരിക്കലും നാശാവില്ല. അതൊക്കെ അത് ആ സിനിമയാണ്, അങ്ങനെ കാണണം അതിനെ. കേട്ടോ. അതേപോലെ ലോട്ടറി എടുക്കുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ്. അത് നമ്മൾ ഒരാളുടെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ എടുക്കുകയും ചെയ്യില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ എടുക്കാണ്ടിരിക്കുകയും ചെയ്യില്ല. അത്രേ ഉള്ളൂ എന്റെ കാര്യം. ഇത് സത്യാവസ്ഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടാ. അപ്പൊ ആൾക്കാർ പറയുന്നത് ലോട്ടറിനെ പറ്റി പറഞ്ഞു, ലോട്ടറി എടുപ്പിക്കണം എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ലോട്ടറി തട്ടിപ്പാണ്, നിങ്ങൾ അതിനെ കൂട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകളും ഫോൺ വരെ ആൾക്കാർ വിളിച്ചിരുന്നുണ്ട്.
അങ്ങനെ അങ്ങനെ പറയണത് എന്നൊക്കെ ചോദിച്ചിട്ട്, എവിടെ അങ്ങനെ പറയണത് എന്നൊക്കെ. എന്താ ഇവരോടൊക്കെ മറുപടി പറയാ? ഒരു മറുപടിയും പറയാനില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും പോവാം. അതായത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം തുറന്നു വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടി കാണിക്കരുത്. അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഈ നക്ഷത്ര സംഖ്യ ഒന്നും കൂടെ നോക്കാം. പലർക്കും മനസ്സിലാവാത്തത് കൊണ്ട് വീണ്ടും ഒന്ന് പറയാം. അപ്പൊ അത് എന്തായാലും എഴുതി വെക്കുകയും അവനാന്റെ 27 നക്ഷത്രക്കാരിൽ ജനിച്ചവർ, 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് എല്ലാവരും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും നമ്മൾ ജനിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു സംഖ്യ ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക. മറവിയുള്ളവര് അത് എഴുതി വെക്കുക. നമ്മുടെ നക്ഷത്ര ഭാഗ്യസംഖ്യ ഇന്നതാണ് എന്ന് എഴുതി വെക്കുക. അതേപോലെ ജനിച്ച ഡേറ്റ് വെച്ചിട്ട് എടുക്കുന്ന സംഖ്യയും ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. അത് എടുക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ജനിച്ച ഡേറ്റ് ഉദാഹരണത്തിന് 26 ആണെങ്കിൽ 2ഉം 6ഉം ചേർത്ത് കഴിഞ്ഞാൽ 8 കിട്ടുക. അതാണ് അവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത്. നക്ഷത്ര സംഖ്യക്ക് ഓരോ നക്ഷത്രത്തിനും ഓരോ സംഖ്യ ഉണ്ട്, അതും ഇവിടെ പറയുന്നതായിരിക്കും. മറ്റേ ഞാൻ കൂട്ടി കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓർമ്മയിൽ നിൽക്കാത്തവരെ എഴുതി വെക്കുക എന്നുള്ളതാണ്. കുറച്ച് പ്രായം ചെന്നവർക്കൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരൊന്ന് വൃത്തിയായിട്ട് പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയിട്ടോ വെക്കുക. എന്റെ നക്ഷത്ര സംഖ്യ എന്നതാണ്, എന്റെ നക്ഷത്ര ഭാഗ്യസംഖ്യ എന്നതാണ്, അതേപോലെ എന്റെ ജന്മനക്ഷത്ര ഡേറ്റ് വെച്ചിട്ട് ഉള്ള സംഖ്യ എന്നതാണ്, എന്റെ ജന്മനക്ഷത്ര സംഖ്യ എന്നതാണ്, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുള്ള സംഖ്യ എന്നതാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പല നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച ശുഭകാര്യങ്ങളൊക്കെ, എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ശുഭകാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം കേട്ടോ. അത് കാരണമാണ് ഈ സംഖ്യ ഒന്നും കൂടി ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ട് ഇത് വീണ്ടും അവതരിപ്പിക്കാൻ കാരണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം ആയിട്ട് 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി മുതൽ അവസാനത്തെ നക്ഷത്രമായ രേവതി വരെയുള്ള സംഖ്യ പറയാൻ പോവുകയാണ്. അപ്പൊ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഭാഗ്യസംഖ്യ 7 കേട്ടോ. അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഭാഗ്യസംഖ്യ 7. ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. അതുപോലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1. കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1. അതുപോലെ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2. രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2. മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4. തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4. പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3. പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3. അതുപോലെ പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8. പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8. ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5. ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5. മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7. മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7. പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. ഉത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1. ഉത്ര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1. അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2. അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2. ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4. ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4. വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3. വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3. അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8. അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5. മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7. മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7. പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 6.
പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 6 ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1 ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1 തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2 തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2 അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9 അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9 ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4 ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4 പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3 പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 3 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8 ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 8 രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5 രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 5 ഇപ്പൊ 27 നക്ഷത്രങ്ങൾ ഇവിടെ ആയിട്ടുണ്ട്. 27 നക്ഷത്രക്കാർക്കും ഒരു നക്ഷത്ര ഭാഗ്യസംഖ്യ ഉണ്ട്. ആ നക്ഷത്ര ഭാഗ്യസംഖ്യ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും മനസ്സിലാവും ഈ കാര്യം. ശ്രദ്ധിച്ചിട്ട് എല്ലാവരും മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് കേട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചാൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജന്മസംഖ്യ വെച്ചിട്ടാണ്. അതായത് ഉദാഹരണത്തിന് ഒരാൾ ജനിച്ചത് 18-ാം തീയതി ആണെങ്കിൽ നമ്മൾ ആ ജന്മസംഖ്യ എടുക്കേണ്ട രീതി 18-ലെ 1ഉം 8ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 9 കിട്ടുക. ഈ 9 അവരുടെ ഭാഗ്യസംഖ്യ. അതായത് ജന്മനക്ഷത്ര ഭാഗ്യസംഖ്യ ജന്മസംഖ്യ 9. ജന്മനക്ഷത്ര ഭാഗ്യസംഖ്യ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ ഡേറ്റ് വെച്ചിട്ട് കണക്ക് കൂട്ടിയെടുക്കുന്ന ജന്മസംഖ്യ, അതായത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ തീയതി വെച്ചിട്ട് എടുക്കുന്ന സംഖ്യയാണ്. അത് ഞാൻ ഒന്ന് എഴുതി കൂട്ടി കാണിച്ചു തരാം. അറിയാത്തവർ കണ്ട് മനസ്സിലാക്കുക കേട്ടാ. വളരെ സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടാ. എത്ര പെട്ടെന്ന് ഞാനത് മനസ്സിലാക്കി തരാം. അപ്പോ ഇനി നമ്മൾ ജന്മസംഖ്യയാണ് എടുക്കാൻ പോകുന്നത്. അതായത് ജന്മസംഖ്യ എന്ന് പറയുന്നത് ഒരു വ്യക്തി 27-ാം തീയതി ജനിച്ചു കഴിഞ്ഞാൽ, 27 27-ാം തീയതി ജനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജനനം 27/5/1975 എന്നൊക്കെ ആവും ഉണ്ടാവുക. പക്ഷെ അതിന് മാസം എടുക്കണ്ട, വർഷം എടുക്കണ്ട. ഈ തീയതി നമ്മൾ ഇങ്ങനെയുള്ള തീയതി മാത്രം എടുക്കുക കേട്ടാ. അതായത് 27-ാം തീയതി ജനിച്ചു. ഈ 27-ാം തീയതി ജനിച്ചു കഴിഞ്ഞാൽ ഈ ജന്മസംഖ്യ എടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. അതായത് 27 അതിൽ 2 + 7, അപ്പൊ 2ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9. ഇതാണ് അവരുടെ ജന്മസംഖ്യ, ജനിച്ച തീയതി വെച്ചെടുക്കുന്ന ജന്മസംഖ്യ എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ജന്മസംഖ്യ ഇതാണ് 9. ഉദാഹരണം ഒന്നും കൂടി കാണിച്ചു തരാം ഒരു സാമ്പിൾ ആയിട്ട്. 31-ാം തീയതി ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ 31 അപ്പൊ എങ്ങനെ കൂട്ടിയെടുക്കുക? 3 + 1. അപ്പൊ 3ഉം 1ഉം കൂട്ടിയാൽ 4 4 അവരുടെ ജന്മ ഡേറ്റ് വെച്ചെടുക്കുന്ന സംഖ്യ 4. ഇനി 18-ാം തീയതി ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 18 ജനിച്ച തീയതിയാണത്. ഈ തീയതിയിലെ 1 എടുക്കുക, +8 കൂട്ടുക. 1ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ =9. 9 അവരുടെ ജന്മസംഖ്യ, അതായത് ജനിച്ച ഡേറ്റ് വെച്ചെടുക്കുന്ന സംഖ്യ 9. ഇനി 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ 12 ഇതാ 12-ലെ 1 +12-ലെ 2 1 + 2. അപ്പൊ എന്തായി? =3. ഇതാണ് ഇവരുടെ ജന്മസംഖ്യ. 12-ാം തീയതി ജനിച്ച ഒരാളുടെ ജന്മസംഖ്യയാണ് 3. ഉദാഹരണത്തിന് 24-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിലോ 24 24-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ജന്മസംഖ്യ എടുക്കേണ്ട രീതി 2 + 4 കൂട്ടുക. 2ഉം 4ഉം കൂട്ടിയാൽ 6 കിട്ടും. 6 ഈ വ്യക്തിയുടെ ജന്മസംഖ്യ. ഇത് ഒരു ഭാഗ്യസംഖ്യ തന്നെയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നല്ല എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ ഒരു ഡേറ്റ്, ഈ ഒരു തീയതിയോ അല്ലെങ്കിൽ ഈ ഒരു സംഖ്യയായിട്ട് എടുത്തിട്ടോ ഒക്കെ ചെയ്യാം. 9-ാം തീയതി ഇങ്ങനെ ജനിച്ചവർക്ക് 9-ാം തീയതി എടുക്കാം. ഈ 31 ജനിച്ചവർക്ക് 4-ാം തീയതി എടുക്കാം.
പതിനെട്ടിൽ ജനിച്ചവർക്ക് 9 എടുക്കാം, 12-ാം തീയതി ജനിച്ചവർക്ക് 3 എടുക്കാം, 24-ാം തീയതി ജനിച്ചവർക്ക് 6 എടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ കാര്യങ്ങളും കൂട്ടിയെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് കൂട്ടാനേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു പണിയില്ലാതെ ചെയ്യാന്. അപ്പൊ ചിലവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഒരു പണിയില്ലാത്ത ഏത് കുട്ടികൾക്കും മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ചിലവർക്ക് അത് മനസ്സിലാവണില്ല. അപ്പൊ അവര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോ എന്തായാലും എല്ലാവർക്കും മനസ്സിലാവാത്തവർക്ക് ഒരു വീഡിയോ ഒന്നും കൂടെ ചെയ്യുക, അത് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണക്ക് കൂട്ടി എടുക്കുക നിങ്ങൾ എല്ലാവരും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 സംഖ്യയും എടുക്കേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും നല്ലവണ്ണം ആലോചിച്ച് ഈ സംഖ്യ എടുക്കുക. നക്ഷത്ര സംഖ്യ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ ജന്മസംഖ്യ, അതായത് ജനിച്ച ഡേറ്റ് കൂട്ടിയെടുക്കുന്ന സംഖ്യയാണ് ചിലർക്ക് സംശയമുള്ളത്. അപ്പൊ അത് ഒന്നും കൂടെ കൂട്ടിയെടുക്കുക. അത് വളരെ സിമ്പിൾ ആണ്, എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അത് കൂട്ടിയെടുത്തതിന് ശേഷം ഓർമ്മിച്ച് വെക്കുക. പല നല്ല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയും ഇത് ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാവും. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയോ ഒരു ഐശ്വര്യമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കെട്ടുമുട്ട് ബന്ധനങ്ങളോ തടസ്സങ്ങളോ ഒന്നുകൊണ്ട് ശരിയാവുന്നില്ല, ജീവിതത്തിൽ എന്തൊക്കെ ശ്രമിച്ചാലും കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുക പലർക്കും. അങ്ങനെ സംഭവിക്കുന്നവർ പലതും ചെയ്തിട്ടും ഒന്നും ശരിയാവാതെ വരിക, ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ലൊരു അസ്ട്രോളജറെ ഒന്ന് വിളിച്ച് കാണുക. അവരെ പോയി കണ്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ജാതകമുണ്ടെങ്കിൽ ജാതകമോ കൊടുത്ത് ആ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യിക്കുക. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം തിരിച്ച് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് പ്രായം വന്നിട്ട് പിന്നെ ഇത് ശ്രദ്ധിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കാലത്തേണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. സമ്പാദിക്കാനും എല്ലാം നേടിയെടുക്കാനും ഒക്കെ നമുക്ക് ആരോഗ്യവും ജോലി ചെയ്യാൻ കഴിയുന്ന കാലത്ത് മാത്രമേ നടക്കുള്ളൂ. പ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടുന്ന് അങ്ങോട്ട് ഒന്നും സാധിക്കില്ല. എന്നൊക്കെ ഭാഗ്യം ഉണ്ടായാൽ പോലും നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. ഭാഗ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സായിട്ട് ഭാഗ്യം ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. പിന്നെ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ അല്ലെങ്കിൽ പൂർവിക സ്വത്തോ ഒക്കെ ഉള്ളവർക്ക് അത് വെച്ച് ജീവിച്ചു പോകാൻ പറ്റും. അല്ലാത്തവർ എന്ത് ചെയ്യും? അപ്പൊ മുൻപ് തന്നെ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ചെയ്ത് നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.